ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് സപ്ലൈകോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞത് നമുക്കൊന്ന് എറണാകുളം വരെ പോയിട്ട് വന്നാലൊന്നും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഞങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നേരെ പോവുമായിരുന്നു. അങ്ങനെ നമ്മുടെ ക്യൂൻസ് വേയില്ലേ അങ്ങോട്ടേക്കാണ് പോയത്. ഈ സ്വീറ്റ് കോൺ ചേട്ടനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആളുടെ അടുത്തൊന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതായത് ഈ ചാറ്റ് മസാലയൊക്കെ ഇട്ട് പല പല ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് ആളുടെ ചാറ്റ് മസാല ഇട്ട ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എപ്പോഴും കഴിക്കാറുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു. ഈ പ്രാവശ്യം എന്താണ് അറിയില്ല, ആൾക്കാരും കുറവായിരുന്നു, കടകളും കുറവായിരുന്നു. കടകളില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരില്ലാതിരുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു തണുത്തൊരു അന്തരീക്ഷമായിരുന്നു, ആളുകൾ കുറവായോണ്ടേ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കില്ലേ ഇവിടെ, ഒച്ചപ്പാടും ബഹളവും കുട്ടികളുടെ ശബ്ദവും, അങ്ങനെ നിരവധി ഒച്ചകളായിരിക്കും. ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് സിലോൺ ബേക്കേഴ്സിലേക്കാണ് പോയത്. ഈ ഹോട്ടലിലേക്ക് വരാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വളരെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. അവരുടെ ചെറുപ്പകാലത്ത് ഇവരിവിടെ ഇരിക്കുന്നതും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതും 2 ബിരിയാണി അച്ഛൻ കഴിക്കുന്ന കഥയൊക്കെ എപ്പോഴും പറയാറുണ്ട്. അവർക്കത് പറയാനും ഇഷ്ടമാണ്, ഞങ്ങൾക്കത് കേൾക്കാനും ഇഷ്ടമാണ്. എപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആ കഥകൾ പറയും. ഇവിടെ വന്നിരുന്നു, ഫുഡ് കഴിക്കുമായിരുന്നു, ഉണ്ണി കരയുമായിരുന്നു, മനസ്സ് കരയായിരുന്നു, അങ്ങനെ നിരവധി കഥകളായിരിക്കും ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഈ ഹോട്ടലിനോടൊരു പ്രത്യേക ഇഷ്ടം എന്നുമുണ്ട്. ഈ വഴി പോയാലും ഞാൻ ഓർക്കും, ആ അച്ഛനമ്മയും വന്നിരുന്ന് കഴിച്ചിരുന്ന കടയാണല്ലോ ഇത്. അവർ ഭയങ്കര നൊസ്റ്റാൾജിയ പറയുന്നൊരു കട കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ടും മനസ്സിക്ക് പിള്ളേരുണ്ടായിട്ടും എല്ലാവരുമായിട്ട് വന്നിരിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ വരവിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അമ്മ ഇത്രയും സമാധാനത്തോടു കൂടി കഴിഞ്ഞ 2 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ കാശീനെ എടുക്കണം, കുഞ്ഞുമണീനെ എടുക്കണം, ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും